ഗൈസ്, ഈ ഫ്രൂട്ട് അറിയണ്ടാവൂല്ലേ? അറിയുന്ന വിചാരിക്കുന്നു. ഇത് കാക്കി ഫ്രൂട്ട് അല്ലെങ്കിൽ പേഴ്സിമോൺ എന്ന് പറയും. നമ്മുടെ ഇവിടേക്ക് ഇതിനെ കാക്കി ഫ്രൂട്ട് എന്നുള്ളൊരു പേരിലാണ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടണേ. ഒരു പക്ഷേ നമ്മുടെ ഇറാനി ചായയും മസ്ക ബണ്ണും ഇൻസ്റ്റഗ്രാം കൈ അടക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെയും അതുമാതിരിയുള്ള അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതുമാതിരി ഹിറ്റ് ആവേണ്ട, ഇൻസ്റ്റഗ്രാം കൈ അടക്കേണ്ട ഒരു മുതലായിരുന്നു ഇത്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള, നമുക്ക് വൈറ്റമിൻ A to Z വരെ ഉള്ള, അങ്ങനെ നമുക്ക് പറയാം, അങ്ങനെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ കുറെ ആന്റി ഓക്സിഡൻസ്, പിന്നെ മിനറൽസ്, അങ്ങനെ കുറെ സാധനങ്ങളുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടേ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് നിറയാറുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വയറ് നിറയാറുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പനന്നുങ്കിന്റെ ടേസ്റ്റ് ചിലപ്പോൾ തോന്നാറുണ്ട്, ചിലപ്പോൾ എനിക്ക് മുട്ടപ്പഴത്തിന്റെ ടേസ്റ്റ്, രണ്ടും ഡിഫറെന്റ് ടേസ്റ്റ്. പക്ഷെ കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ് എനിക്ക് തോന്നാറ്. എന്നിരുന്നാലും അങ്ങനെ ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം എന്നല്ല, ഒരു മൈൽഡ് ഫ്ലേവർ ആണ് ഇതിനുള്ളത്. പിന്നെ നല്ല പഴുത്ത ഐറ്റം ആണെങ്കിൽ കുറച്ചുകൂടെ മധുരം തോന്നിക്കാറുണ്ട്. അല്ല, ഈ ഒരു കളറൊക്കെ ആണെങ്കിൽ ഒരു മൈൽഡ് മധുരം എന്ന് പറയാം, ആ ഒരു ടേസ്റ്റ്. അങ്ങനെ ഏകദേശം ഒരു തക്കാളിയുടെ ഒക്കെ ഒരു ഷേപ്പ് അല്ലേ ഇതിന്. ഏകദേശം ഇത് മുറിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക്, നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്താലുണ്ടാവുമല്ലോ, ആ ഒരു രീതിക്കാണ് ഇതിന്റെ ഒരു ഉള്ളിലെ സ്ട്രക്ചർ ഉള്ളത്.